ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് കുറച്ചു MCQs സോൾവ് ചെയ്താലോ. നോക്കൂ, ക്വസ്റ്റ്യൻസ് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്, ഞാനത് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇഫ് ദ സം ഓഫ് ദ സീറോസ് ഓഫ് ദിസ് പോളിനോമിയൽ ഇസ് 1, ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് k. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ് അല്ലേ, മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. സോ സം ഇസ് ഗിവൺ ആസ് 1 ആണ്, ദാറ്റ് ഇസ് ആൽഫ പ്ലസ് ബീറ്റ ഇസ് ഈക്വൽ ടു 1. ഇത്രയേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ വാല്യൂ ഓഫ് കെ കാണണം. സോ വി നോ ദാറ്റ് ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു എന്താണ്, ഇറ്റ് ഇസ് നെഗറ്റീവ് ബി ബൈ എ ആണ്. ഇവിടുത്തെ ബി എത്രയാണ്, -2 ആണ്. അപ്പോൾ ഈ നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് എന്താകും, പോസിറ്റീവ് ആകും. സോ 2 ബൈ എ എത്രയാണ് ഇവിടെ നോക്കൂ, എ ഈസ് ദ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ ആണ്, ദാറ്റ് ഇസ് കെ സ്ക്വയർ -14. ഇതാണ് മൈനസ് ബി ബൈ എ, ദാറ്റ് ഇസ് ഈക്വൽ ടു 1 ആണ് തന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് ഈക്വൽ ടു 1. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഗിവൺ. സോ ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ. സോ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, കെ സ്ക്വയർ -14 ഇസ് ഈക്വൽ ടു 2. സോ കെ സ്ക്വയർ ഈക്വൽ ടു 16 ആയി. സോ കെ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 16 ആണ്. സോ ടേക്ക് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സ്ക്വയർ റൂട്ട്, പ്ലസ് ഓർ മൈനസ് 4. ദാറ്റ് ഇസ് ആൻസർ. പ്ലസ് ഓർ മൈനസ് 4. സി, ദിസ് ഇസ് ദ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. 3 coins are tossed simultaneously. The probability of getting at most 2 head. അപ്പോൾ ഈ അറ്റ്മോസ്റ്റ് ആൻഡ് അറ്റ്ലീസ്റ്റ് കുറച്ച് കൺഫ്യൂഷനുള്ള കുട്ടികൾ ശ്രദ്ധിക്കുക. 3 കോയിൻസിൻ്റെ പോസിബിൾ ഔട്ട്കം ഏതൊക്കെ വരുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അത് പെട്ടെന്ന് എഴുതാനുള്ള ട്രിക്കൊക്കെ ഞാൻ ക്ലാസ് എടുത്തപ്പോൾ കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങളുടെ NCERTയുടെ കംപ്ലീറ്റ് പോർഷൻസും 2020 തോന്നുന്നു അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിലിപ്പോൾ കുറച്ച് പോർഷൻസ് ഡിലീറ്റഡ് ഉണ്ട്, എങ്കിലും ബാക്കിയെല്ലാം അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ 3 കോയിൻസ് ടോസ് ചെയ്യുമ്പോൾ വരുന്ന ഔട്ട്കം എഴുതാൻ എളുപ്പമാർഗം, ഫസ്റ്റ് 2 കോയിൻ്റെ ഔട്ട്കം നിങ്ങൾ പെട്ടെന്ന് എഴുതുക. അത് നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റുമല്ലോ. HH TT TH HT. ഓക്കെ, ഇതൊന്നും കൂടി താഴെ അതേപോലെ എഴുതുക. ഓക്കെ, HH TT TH HT. ഇത്രയും മനസ്സിലായല്ലോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ എൻഡിലെല്ലാം H, അതായത് ഹെഡ് എഴുതുക. ഓക്കെ, അപ്പോൾ ഇതൊന്നും ഇവിടെ എല്ലാം T എഴുതുക. ഇതൊന്ന് സ്പീഡാക്കി എഴുതുക. എന്തായാലും കോയിൻ ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന അറ്റ്മോസ്റ്റ് 2 ഹെഡ്സ് അല്ലേ, പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്മോസ്റ്റ് 2 ഹെഡ് ആണ്. അറ്റ്മോസ്റ്റ് മീൻസ് മാക്സിമം എന്നാണ്. അപ്പം മാക്സിമം 2 ഹെഡ് പറയുമ്പോൾ നമ്മൾ അതിനേക്കാൾ ബിലോ ആയിട്ടുള്ളതെല്ലാം കൺസിഡർ ചെയ്യണം. അതായത് 1 കൺസിഡർ ചെയ്യണം, നോ കൺസിഡർ ചെയ്യണം, ഇല്ലാത്തതും കൺസിഡർ ചെയ്യണം. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ മനസ്സിലായല്ലോ. അതായത് അറ്റ്മോസ്റ്റ് 2 പറഞ്ഞാൽ 2, 1 ആൻഡ് നോ ഹെഡ്സ്, ഇതെല്ലാം കൺസിഡർ ചെയ്യണം. അപ്പോൾ ഏതൊക്കെ വരും, ഇത് 3, ഇത് വരില്ല. 1, 2, 2, ദിസ് 1 കണ്ടോ, ഇതിനകത്ത് ഹെഡ് ഇല്ല, ബട്ട് വി ഹാവ് ടു കൺസിഡർ ഇറ്റ്. ഇത്. അപ്പോൾ എത്ര ആൻസർ ഇസ് 7/8. ഇതാണ് ആൻസർ. അതല്ല അറ്റ്മോസ്റ്റ് 3 ഹെഡാണ് പറയുന്നതെങ്കിലോ ഇതെല്ലാം തന്നെ വരും. മനസ്സിലായല്ലോ. ഇനി അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ മിനിമം എന്നാണ് മീനിങ്. അറ്റ്ലീസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ പറയുന്ന നമ്പറും അതിനേക്കാൾ എബവ് ഉള്ള എല്ലാ വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യണം. മനസ്സിലായല്ലോ. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ദ വോളിയം ഓഫ് ദ ലാർജസ്റ്റ് റൈറ്റ് സർക്കുലർ കോൺ ദാറ്റ് ക്യാൻ ബി കട്ട് ഓഫ് ഫ്രം എ ക്യൂബ് ഓഫ് എഡ്ജ് 4.2 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് MCQന് വരാനുള്ള സാധ്യതയുണ്ട്. അത് ക്യൂബ് ആയാലും സിലിണ്ടർ ആയാലും എങ്ങനെയായാലും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ആ ഡയഗ്രാം വരച്ച് നോക്കുക. അപ്പോൾ ഒരു ക്യൂബിൽ നിന്ന് ഒരു കോൺ കട്ട് ചെയ്ത കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു ക്യൂബ്, സിമ്പിളി ഇതൊരു ക്യൂബാണെന്ന് വിചാരിക്കൂ. ഇതിനകത്ത് നിന്ന് ഒരു കോൺ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് സംഭവം. അപ്പോൾ ഇതിൻ്റെ ക്യൂബിൻ്റെ എഡ്ജ് അവർ തന്നിട്ടുണ്ട് 4.2. അപ്പോൾ നോക്കൂ, ക്യൂബിൻ്റെ എഡ്ജാണ് ഈ കോണിൻ്റെ എന്തായിട്ട് വരുന്നത് നോക്കൂ, ബേസ് ഡയമീറ്റർ കണ്ടോ, ഡയമീറ്റർ ആയിട്ട് വരുന്നുണ്ട്. 4.2 ആണ് അതിൻ്റെ ഡയമീറ്റർ. അപ്പോൾ റേഡിയസ് എത്ര വരും, 2.1. ഇനി ഈ കോണിൻ്റെ ഹൈറ്റ് എന്തായിട്ട് വരുന്നു നോക്കൂ, ഈ എഡ്ജ് സെയിം ആയിട്ടല്ലേ വരുന്നു, ദാറ്റ് ഈസ് 4.2. അപ്പോൾ കോണിൻ്റെ റേഡിയസ് 2.1 സെൻറ്റിമീറ്റർ, കോണിൻ്റെ ഹൈറ്റ് എന്തായിട്ട് വരുന്നു, സെയിം 4.2 സെൻറ്റിമീറ്റർ. ഇനി വോളിയം കാണാനുള്ള ഫോർമുല നിങ്ങൾക്കറിയാം, V is equal to എന്താണ്, 1/3 pi r square h. Substitute the values. 1/3 into 22/7 into radius 2.1 into 2.1 into height 4.2. ഇത്രയും സെൻറ്റിമീറ്റർ ക്യൂബ് ആയിരിക്കും. അപ്പോൾ ഇതിനെ നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇത് 0.7 ആൻഡ് ദിസ് വൺ ക്യാൻസൽ ചെയ്യുമ്പോൾ 0.3. ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആക്ച്വലി കിട്ടുന്നത് ആൻസർ ഇസ് 19.4 സെൻറ്റിമീറ്റർ ക്യൂബാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് K ഫോർ വിച്ച് the pair of equations
See, two equations are given, is consistent and independent. See, consistent and dependent നിങ്ങൾക്കറിയാം every coefficient equal ആയിട്ടുള്ളതാണ് dependent, but here it is consistent and independent is unique solution, അതായത് exactly one solution വരുന്ന condition. What is it? A1 by A2 not equal to B1 by B2. This is the condition. Okay, അപ്പോൾ നമുക്ക് നോക്കാം കെയുടെ വാല്യൂ ഏതാ വരുന്നതെന്ന്. അപ്പോൾ ഇവിടെ A1 എത്രയാണ്? 2. So it is 2 by 3 not equal to K by -9. അപ്പോൾ ഇതൊക്കെ സെക്കൻഡ്സ് കൊണ്ട് കഴിയുന്നതാണ്. അപ്പോൾ 3 1 time, this is 3. K not equal to എത്ര വരുന്നത്? K not equal to -6. അപ്പോൾ ഇങ്ങനെ ഇതിൽ ആൻസർ ഇല്ലെങ്കിൽ അപ്പോൾ K -6 അല്ല. ഓക്കെ, അപ്പോൾ ഇതിനകത്തുള്ള ആൻസേഴ്സ് നോക്കൂ. 6 ഉണ്ട്, -6 ഉണ്ട്, ഓൾ റിയൽ നമ്പേഴ്സ് എക്സെപ്റ്റ് 6 എന്നുണ്ട്, ഓൾ റിയൽ നമ്പേഴ്സ് എക്സെപ്റ്റ് -6 ഉണ്ട്. അപ്പോൾ K നോട്ട് ഈക്വൽ ടു -6 മീൻസ് ഓൾ റിയൽ നമ്പേഴ്സ് എക്സെപ്റ്റ് -6. ഓക്കെ, സി 10th ക്വസ്റ്റ്യൻ നോക്കൂ. ഇഫ് ui is equal to xi minus 25 by 10, sigma fi given, sigma fi given, then mean. ഓക്കെ, ഇത്രയും തന്നിട്ട് നമുക്ക് മീൻ കാണാം. അപ്പോൾ ഇത് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിൽ നമ്മൾ എങ്ങനെയാണ് മീൻ കാണാനുള്ള ഫോർമുല വെക്കുക? സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിൽ മീൻ ഇസ് ഈക്വൽ ടു എ പ്ലസ് സിഗ്മ എഫ് ഐ യു ഐ ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് ഐ ഇൻറ്റു എച്ച്. ഇത് തന്നെയല്ലേ ഫോർമുല? അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ എ നമുക്കറിയത്തില്ല, ഇവിടെ പ്ലസ് ആണ് കേട്ടോ. പക്ഷേ ഇവിടെ ഒരു ക്ലൂ തന്നിട്ടുണ്ട്. ഇവിടെ നോക്കൂ, യു ഐ ഈക്വൽ ടു എന്താ വരുന്നത്? എക്സ് ഐ മൈനസ് എ ഡിവൈഡഡ് ബൈ എച്ച്. അപ്പോൾ എ എത്രയാണെന്ന് നമുക്ക് മനസ്സിലായില്ലേ? എ 25 ആണ്, എച്ച് എത്രയായി നോക്കൂ, എച്ച് ഇസ് 10 ആണ്. അപ്പോൾ ഇറ്റ് ഇസ് വെരി ക്ലിയർ. പെട്ടെന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പോൾ എ എന്ന് പറയുന്നത് 25, എ ഇസ് 25 പ്ലസ് സിഗ്മ എഫ് ഐ യു എസ് ഗിവൺ ആസ് 20 ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫ്രീക്വൻസി 100 ഇൻറ്റു എച്ച് ഇസ് 10. 0 0 9 0 0 9 25 പ്ലസ് 2 27. കണ്ടോ, ഒരു സെക്കൻഡ് വേണ്ട ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനൊക്കെ ആൻസർ ചെയ്യാൻ വേണ്ടി. ഭയങ്കര എളുപ്പമാണ്, കണ്ട ഉടനെ മനസ്സിലായില്ല എന്ന് പറഞ്ഞ് പോകരുത്. ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. 27 is the answer.